ചില ആളുകൾ നോമ്പ് തുറക്കുമ്പോൾ നോമ്പ് തുറക്കുന്ന സന്ദർഭത്തിലുള്ള പ്രാർത്ഥന ചൊല്ലും. പക്ഷേ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ ചൊല്ലേണ്ട പ്രാർത്ഥന വിട്ടുപോവുകയും ചെയ്യും. അങ്ങനെ ഉണ്ടാവാൻ പാടില്ല. ഉദാഹരണത്തിന് ഇമാം അബൂദാവൂദ് ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇദാ അഫ്തറ, നോമ്പ് തുറന്നു കഴിഞ്ഞാൽ പറയും, ദഹബ ളമഉ, ദാഹം ശമിച്ചിരിക്കുന്നു, ദാഹം പോയിരിക്കുന്നു, വബ്തല്ലത്തിൽ ഉറൂഖ്, ഞരമ്പുകളൊക്കെ നനഞ്ഞിരിക്കുന്നു, വസബത്തൽ അജ്റു ഇൻഷാ അല്ലാഹ്, അള്ളാഹു ഉദ്ദേശിച്ചാൽ പ്രതിഫലം സ്ഥിരപ്പെട്ടിരിക്കുന്നു. ഇങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ദുആ ചെയ്യാറുണ്ട്. എന്നാൽ അല്ലാഹുമ്മ ലക സുംതു വഅലാ റിസ്ഖിക അഫ്തർതു എന്നൊരു ദുആ നമുക്ക് കാണാൻ സാധിക്കും. പക്ഷേ ആ ദുആ ദുർബലമാണ് എന്നാണ് പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുള്ളത്. എന്നാൽ ഈ ഹദീസ്, ഈ ദുആ സ്ഥിരപ്പെട്ടതാണ്. അതിനു പുറമെ വെള്ളം കുടിച്ചു കഴിഞ്ഞാലും ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാലും പൊതുവേ അള്ളാഹുവിനെ സ്തുതിക്കണം, അൽഹംദുലില്ലാ എന്ന് പറയണം. ധാരാളം വ്യത്യസ്തങ്ങളായ ദുആകൾ ഭക്ഷണശേഷം സ്ഥിരപ്പെട്ടിട്ടുണ്ട്. അതെല്ലാം ഇവിടെ പറയൽ ഉദ്ദേശമല്ല. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ അകല ത്വആമൻ, ആരെങ്കിലും ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ സുമ്മ ഖാല, എന്നിട്ട് പറഞ്ഞു, അൽഹംദുലില്ലാഹില്ലദീ അത്അമനി ഹാദ ത്വആമ, ഞങ്ങൾക്ക് ഈ ഭക്ഷണം നൽകിയ അള്ളാഹുവിന് സർവ്വസ്തുതിയും, വറസഖനീഹി, അവൻ ഞങ്ങൾക്കിത് നൽകിയിരിക്കുന്നു, ഞങ്ങളെ ഭക്ഷിപ്പിച്ചിരിക്കുന്നു, മിൻ ഗൈരി ഹൗലിൻ മിന്നി വലാ ഖുവ, എന്നിൽ നിന്ന് യാതൊരു ഹൗലും യാതൊരു ശക്തിയും ആ വിഷയത്തിൽ എന്നിൽ നിന്നുണ്ടായിട്ടില്ല, എല്ലാം അള്ളാഹുവിൻ്റെ അനുഗ്രഹമാണ് ഈ ഭക്ഷണം എന്നൊരാൾ പറഞ്ഞു കഴിഞ്ഞാൽ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി, ആ വ്യക്തിയുടെ മുൻകഴിഞ്ഞു പോയ പാപങ്ങൾ പൊറുക്കപ്പെടുന്നതാണ് എന്നാണ്.